ഒരു അവസരം ഘട്ടം വന്നു, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു ബ്രാഹ്മണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ബ്രാഹ്മണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടി വന്നു. ആ സമയത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം വനവാസം എന്നുള്ളൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് അർജുനൻ ഇങ്ങനെ വനവാസത്തിന് പോയി. ഇവർ 12 വർഷം വനവാസം തന്നെയായിരുന്നു. അതിന് പുറമെ ഈ അർജുനൻ കൂടി ഇങ്ങനെ ഒരു വർഷം പോയ സമയത്താണ് ഈ സുഭദ്രാഹരണം എന്നുള്ള ഒരു കഥ സംഭവിക്കുന്നത്. അതായത് കൃഷ്ണനും അർജുനനും തമ്മിൽ നരനാരായണന്മാരാണല്ലോ, ഇവർ ആത്മസുഹൃത്തുക്കളാണ്, അതുപോലെ എല്ലാമാണ്. ഹേ സഖേ എന്നാണ് പറയുന്നത്. അത്രയും ഊണിലും ഉറക്കത്തിലും എല്ലാറ്റിലും ഒപ്പം നിൽക്കണ ഒരു അത്രയും ഒരു സ്നേഹബന്ധം തന്നെയായിരുന്നു ഇവർ തമ്മിൽ. അത് ആ സമയത്ത് അപ്പം ഈ സുഭദ്രയെ ദുര്യോധന കല്യാണം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു പിന്നെ ശരിക്കും അവരുടെ സുഭദ്രയുടെ, അതായത് ബലരാമനൊക്കെ ഇഷ്ടം, ബലരാമനൊക്കെ അതായത് താല്പര്യം. അപ്പം എന്ത് ചെയ്തു, ഈ അവിടെ ഒരു സന്യാസിക വേഷത്തിൽ ഈ അർജുനൻ അവിടെ വന്നിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഈ സന്യാസിയെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മഹത്വം, അവരെങ്ങനെയാണോ എന്തൊക്കെയോ സിദ്ധിയിലുള്ള സന്യാസിയാണെന്ന് ഇങ്ങനെ ഒരു നാട്ടിലിങ്ങനെ പ്രചാരം ഉണ്ടായി. അപ്പോൾ ബലരാമൻ പറഞ്ഞു, കൃഷ്ണ നീ കേട്ടില്ലേ, ഇവിടെ നമ്മുടെ അടുത്തൊരു സന്യാസി വന്നിട്ട് അധികം ശ്രേഷ്ഠനാണ്, നമുക്ക് അദ്ദേഹത്തിനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? എനിക്കറിയില്ല ജ്യേഷ്ഠ, എന്താ ചെയ്തോളൂ പറഞ്ഞു. കൃഷ്ണൻ അങ്ങനെ ഒരു നിരുപാധികമായിട്ട് ഒന്നിനും ഇടപെടാത്ത പോലെ പറഞ്ഞു, എന്താ ചെയ്തോളൂ, അദ്ദേഹം യുവാവാണ്, ഇവിടെ സുഭദ്രയാണ് എന്നൊക്കെ ഒരു തൊട്ടും തൊടാതെയും അങ്ങോട്ട് പറഞ്ഞു. എന്തൊക്കെയായാലും നിനക്കതിന് മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്യാസിയെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുകയാണ്, അതായത് രാജധാനിയിൽ കൊണ്ട് താമസിപ്പിക്കുകയാണ്. ആ സമയത്ത് സുഭദ്രയാണ് എല്ലാ ശുശ്രൂഷയും ചെയ്തിരുന്നത്. അത് അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി അല്ലേ? അപ്പോൾ അങ്ങനെ സുഭദ്രയും അർജുനനും തമ്മിൽ പണ്ടന്നെ അതിന് മുമ്പ് തന്നെ അവർ പരസ്പരം ഇഷ്ടമായിരുന്നു, ഇങ്ങനെ കേട്ടിട്ട് അറിഞ്ഞിട്ടൊക്കെ. അങ്ങനെ ആ ഒരു സന്ദർഭം ഒരുക്കി കൊടുത്തപ്പോൾ എന്തുണ്ടായി, ഒരു ദിവസം പിന്നെ ഒരു സന്യാസി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുണ്ട്, ബലരാമനെ എങ്ങോട്ടോ പോയ സമയത്തുണ്ട്, പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ അർജുനനെയും സുഭദ്രയും കാണാനില്ലേ. കൃഷ്ണ എവിടെ സുഭദ്രയും അർജുനനും പോയി ജ്യേഷ്ഠ എന്ന് പറഞ്ഞു. അതെന്താ നീ എന്താ അങ്ങനെ പറയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അതന്നെ ഞാൻ പറഞ്ഞ് ജ്യേഷ്ഠ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഞാൻ ഇപ്പം തന്നെ പോയിട്ട് ആ അർജുനനെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞു. ശരി ഏട്ടൻ വേണമെങ്കിൽ പൊയ്ക്കോളൂ, പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ പെങ്ങളാണ്, ആകെയുള്ളൊരു പെങ്ങളാണ്, അവള് വിധവയാവും. ഇവിടെ വന്നിട്ട് ആ ഒരു ദുഃഖം, എന്തായാലും ഇപ്പം കല്യാണം കഴിച്ചിട്ടുണ്ടാവും, ആ വിധവയുടെ ആ ഒരു അനിയത്തിയുടെ ആ ഒരു സങ്കടം നമുക്ക് കാണാൻ ജ്യേഷ്ഠന് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒരു ഒഴുക്ക മട്ടിൽ ഇങ്ങോട്ട് പറഞ്ഞു. എല്ലാ സൂത്രധാരനാണ്. കൃഷ്ണൻ അറിയാത്ത എന്താ ഉള്ളത്? സംഗീതം അറിയാം, നൃത്തം അറിയാം, അല്ലേ? അതുപോലെ നല്ല തത്വശാസ്ത്രങ്ങൾ അറിയാം, ഭരണ നൈപുണ്യമുണ്ട്. അതുപോലെ എല്ലാ കലകളിലും 64 ദിവസം കൊണ്ടാണ് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഇരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചത്. അത്രയും വലിയൊരു എന്താ പറയുക, നമ്മുടെ ഭാവനയ്ക്ക് അതീതമായ ഒരു അമാനുഷികമായ പ്രഭാവം അദ്ദേഹത്തിന് ഉണ്ട്. അത് ഒരു അവതാരം എന്നുള്ള രീതിയിലല്ല, അതിലുപരിയായിട്ട് എന്തൊക്കെയോ ആണ്. ദശാവതാരത്തിൽ ഏറ്റവും നമ്മുടെ പൂർണ്ണമായ അവതാരം ഈ കൃഷ്ണനാണ്. കൃഷ്ണന്റെ കഥകൾ എപ്പോൾ എവിടെ കേട്ടാലും വല്ലാതെ നമ്മൾ ഇമോഷണലാവും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എപ്പോൾ എവിടെ കേട്ടാലും കൃഷ്ണനോടുള്ള ആ ഒരു താതാത്മ്യം വേറെയുള്ള ദൈവങ്ങളോട് അങ്ങനെ തോന്നാറില്ല. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ പറയുന്നതിൽ അങ്ങനെ സുഭദ്ര അങ്ങനെ അർജുനൻ വിവാഹം കഴിക്കുകയാണ്. അതാണ് അടുത്തത്. പിന്നെ ശ്രുതിഗീത എന്ന് പറയുമ്പോൾ ഒരുപാട് തത്വങ്ങളാണ്. അത് ഞാൻ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ അധികമൊന്നും അതിൽ പറയുന്നില്ല. അതായത് ഇപ്പം പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ശ്രുതിഗീത എന്ന് പറയുമ്പോൾ വേദങ്ങൾ തന്നെ ശ്രുതി പറഞ്ഞ വേദങ്ങൾ തന്നെ ഭഗവാനെ പറ്റി വാഴ്ത്തുന്ന ഒരു സംഭവമാണ്. അതിൽ പറയുന്നത് എന്താണ്, പിന്നെ ഈ പുത്രേഷണ, ധാരേഷണ, അങ്ങനെ കുറേ ഏഷണകൾ, അതായത് നമുക്ക് ഓരോന്നിനോടുള്ള പ്രതിബദ്ധത. ഇപ്പം പുത്രന്മാര്, ഗൃഹം, ദാരം പറഞ്ഞാൽ പത്നി, ഗൃഹം, ദാരം, പുത്രം, മിത്രം, കളത്രം ഭാര്യ തന്നെയാണ്. പിന്നെ അങ്ങനെയല്ല നമ്മുടെ ധനം, വിത്തം, അങ്ങനെ എല്ലാറ്റിനോടുമുള്ള ആസക്തി, ആ ആസക്തിയൊക്കെ മാറ്റി വെച്ചിട്ട് ഭഗവാനോട് മാത്രം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രൂപത്തിലാണ് ഭഗവാനെ പ്രാപിക്കാൻ, ഉണ്ണികൃഷ്ണനാണെങ്കിൽ അത് മതി, ദേവിയാണെങ്കിൽ അത് മതി, ശിവനാണെങ്കിൽ അത് മതി, ഏത് രൂപത്തിൽ നമുക്ക് തോന്നുന്നത് ആ രൂപത്തിൽ
ഭഗവാനോട് ഒരു കൂട്ടുകാരനെ പോലെ. വലിയൊരാളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയഭക്തി ബഹുമാനം വേണം, എങ്കിലും കുറച്ചുകൂടി നമുക്ക് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ കൊണ്ട് നടക്കാന്നാണ് പറയുന്നത്. കൃഷ്ണനെ കൊണ്ട് നടക്കാം, അതായത് അങ്ങനെ വലിയൊരാള് എന്നുള്ള ഒരു ഭാവത്തിൽ പേടി അങ്ങനെയല്ല പറയുന്നത്. ഒരു കൂട്ടുകാരൻ, പിന്നെ എന്ത് വേണമെങ്കിലും പറയാം. ചീത്ത പറഞ്ഞിപ്പോൾ രാവിലെ സ്വാമിജി പറഞ്ഞില്ലേ, ചീത്ത പറയാണെങ്കിൽ ഭഗവാനെ പറയാം, പ്രേമിക്കുകയാണെങ്കിൽ ഭഗവാനെ പ്രേമിക്കുക. എല്ലാവരുടെയും ഭർത്താവാണ് അല്ലേ. ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭരിക്കുന്നവൻ, അല്ലാതെ നമ്മൾ കല്യാണം കഴിച്ച ആൾ മാത്രമല്ല ഭർത്താവ്. ഇപ്പൊ ആകെ ഈ ജീവിതത്തിലെ ഒരാളെ ഉള്ളൂ, എല്ലാവരും സമസ്തവും പിന്നെ പുരുഷൻ അല്ലേ, സമസ്തവും പുരുഷൻ. അവിടെ പുരുഷനും സ്ത്രീയൊന്നും ഭേദഭാവമൊന്നും ഇല്ല, എല്ലാവരും ഓരോ ആത്മാക്കള്. അപ്പൊ എല്ലാവരുടെയും ഭർത്താവ് ഭരിക്കുന്ന ആള് ഭഗവാൻ തന്നെയാണ്. ആ ഒരു സങ്കല്പത്തെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സങ്കല്പിക്കാം. ഇപ്പൊ കുറൂരമ്മ കണ്ടില്ലേ, കുറൂരമ്മയ്ക്ക് മകനായിട്ട് പൂന്താനത്തിന്റെ മകനായിട്ട് ഉടലോടെ സ്വർഗത്തേക്ക് കൊണ്ടുപോയി. കാരണം ശേഷക്രിയ ചെയ്യാൻ വേറെ ആരും ഇല്ല അല്ലെ, മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ മക്കളുടെ സ്ഥാനത്ത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട് എൻ്റെ മകന്റെ രൂപത്തിലാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ ഹൈദരാബാദൊക്കെ ജോലി ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഒരു ചെറിയ ഉദാഹരണം, ഇപ്പൊ ബാഗൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുമ്പോൾ 3-4 ബാഗൊക്കെ ഉണ്ടാവും. ആ സ്റ്റെപ്പൊക്കെ കയറി പോകുമ്പോൾ കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കയറി പോകുമ്പോൾ എനിക്ക് വല്ലാതെ ക്ഷീണം വരും. ആ സമയത്ത് നമ്മുടെ കുട്ടിയുടെ പ്രായമുള്ള ഒരു 25 വയസ്സുള്ള ഒരു കുട്ടികൾ ഓടി വന്നിട്ട് മാഡം ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് കയറി അപ്പുറത്ത് കൊണ്ടുവച്ച് കയറ്റി വിട്ട് എത്രയോ അനുഭവം ഉണ്ടായിട്ട് പിന്നെ അവരെ കാണില്ല. അവർ ചായയും നമുക്ക് ഒക്കെ വാങ്ങിത്തരും. എന്തോ ഒരു ആദരവോ സ്നേഹമോ അത് എവിടുന്ന ഉള്ളെന്നൊന്നും ഇങ്ങോട്ട് വിചാരിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. ഗുരുവായൂർ പോകുമ്പോഴും അതെ, എപ്പോഴെങ്കിലും ആ ഒരു കൃഷ്ണനെ സ്വന്തം മകനായിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു എന്താ അനുഭൂതി, അതൊരു വേറെ തലമാണ്. അത് പറഞ്ഞാൽ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാനത് സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും